അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കുഞ്ഞുമണികളെ, സുന്ദരകുട്ടന്മാര് കേൾക്കണില്ലേ? എന്തേ പറഞ്ഞു? ആ കാറ്റില് സുഗന്ധത്തിലൊക്കെ ലയിച്ച് പാട്ടിലും ലയിച്ചിരിക്കുന്ന ആ ഗോപസ്ത്രീകളെ ആര് വന്ന് കൊണ്ടുപോവുക? വലിച്ചു കൊണ്ടുപോവുമായിരുന്നു. ആര്? കുബേര ഭൃത്യനായിട്ടുള്ള ശംഖചൂടൻ. അപ്പൊ അവരൊച്ചത്ത് കരഞ്ഞു എന്നാ പറഞ്ഞതില്ലേ? ഒച്ചത്ത് കരഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ ശബ്ദം കേട്ട് ചുറ്റും നോക്കി ആര്? ഉണ്ണിക്കണ്ണനുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് രാമേട്ടനും ഉണ്ടില്ലേ കൂടെ. രാമേട്ടനും ഉണ്ണിക്കണ്ണനും ഓടി വന്നു. അപ്പം എന്താ കിട്ടിയത്? മരം കിട്ടിയ സാലവൃക്ഷം കിട്ടിയ ആൾ ആ വൃക്ഷം പിടിച്ച് പൊടിച്ചിട്ടുണ്ട്. കയ്യിൽ ഓരോ ആയുധത്തോടു കൂടി. നമ്മളങ്ങനെയല്ലേ, എന്തെങ്കിലും ആരെങ്കിലും കള്ളന്മാരൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയ ആയുധം കൊണ്ടാ ചെല്ലുക. അതുപോലെ ഓരോരുത്തരും അവരവരെ കിട്ടിയ പിന്നെ ബലരാമേട്ടൻ്റെ എപ്പോഴും കലപ്പുണ്ടല്ലോ, അത് ചോദിക്കുകയും വേണ്ട. ഓരോരുത്തരും ഓരോ ആയുധങ്ങളുണ്ട്. അതോടുകൂടി ചെന്ന് ശംഖചൂടനെ പിന്നെ തല്ലി. ആര്? നമ്മളെ ബലരാമേട്ടൻ തലയ്ക്ക് തന്നെ ഒരു അടി കൊടുത്തു. ഇത് വലിയ പുഷ്ടകോപത്തോടെയാണ് ഒരൊറ്റ അടി ശംഖചൂടനെ അങ്ങോട്ട് കൊടുത്തത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരസുരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് തലയോട് പൊട്ടിയിട്ട് അതിന്ന് മനോഹരായിട്ടുള്ള ഒരു രത്നം അങ്ങോട്ട് വന്നു. അത് ഉണ്ണിക്കണ്ണൻ പിന്നെ ഓടി വന്ന് ഇങ്ങേപ്പുറത്ത് ബലരാമേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ പുറത്തുകൂടി വന്നിട്ട് ദാമോദരനല്ലേ, ദാമം കൊണ്ട് ആ ദാമോദരൻ ഒരൊറ്റടി തലയ്ക്കാണ്ട് ഇടിച്ചപ്പാണ് ഇതിന്ന് രത്നം അങ്ങോട്ട് വീണത്. രത്നം വീണ് കണ്ടപ്പോ രാമേട്ടനും രണ്ടുപേരും ഇങ്ങനെ അന്തിച്ച് നിന്നു. പക്ഷേ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു? ആ രത്നം അങ്ങോട്ട് എടുത്തിട്ട് വിചാരിച്ചു, എനിക്ക് എന്തായാലും നാല് കയ്യിലും നാല് വിധത്തിലുള്ള ഇതുണ്ട്, ഇത് എൻ്റെ ഏട്ടൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏട്ടന് കൊടുത്തു ആ രത്നം. ഇദ്ദേഹം നല്ല ആളുകൾക്ക് മാത്രമേ തലയിൽ അങ്ങനത്തെ നല്ല ശിരോരത്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയ്ക്കും മഹാനായിട്ടുള്ള അയാള് ഇങ്ങനെ വരാൻ കാരണം അദ്ദേഹത്തിന്റെ ശാപത്തില്, അല്ല, അദ്ദേഹത്തിന്റെ ചെയ്ത പ്രവൃത്തിന്റെ ദോഷം കൊണ്ടാണ്. ആൾക്ക് എന്നെന്നും നന്മ വരട്ടെ. കാരണം എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ശിരോരത്നം കൊടുത്തത്? എനിക്ക് എന്തൊക്കെയുണ്ട്? കൗസ്തുഭം കയ്യിലില്ലേ? എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു രത്നം ഉണ്ട്, പിന്നെ ഇനി ഞാൻ വീണ്ടും രത്നം എടുത്ത് കയ്യെ പിടിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തില് അത് രാമേട്ടന് നൽകി. ആര്? നമ്മളെ ഉണ്ണിക്കണ്ണൻ. പക്ഷേ നമ്മളെ പോലുള്ളവരെന്ത് ചെയ്യും? അത് കിട്ടിയാൽ എനിക്കിരിക്കട്ടെ വിചാരിക്കും. പക്ഷേ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ധനം സമ്പാദിക്കാവൂ. ആവശ്യത്തിൽ കൂടുതൽ ധനം സമ്പാദിക്കാൻ പാടില്ല എന്നുകൂടി ഉണ്ണിക്കണ്ണൻ ഈ കഥയെ കൂടി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ കയ്യിൽ ഒരു രത്നം ഉള്ളത് കൊണ്ട് ഞാൻ നമ്മളെന്ത് ചെയ്യും? നമ്മളതിൽ ഒന്നുണ്ടെങ്കിലും അടുത്തതും എൻ്റെ കയ്യിൽ വരട്ടെ എന്ന് വിചാരിച്ച് എടുത്തു വെക്കുക ചെയ്യുക. അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച ആ സ്വത്ത് തന്നെ നമ്മൾക്ക് ആപത്തായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കണ്ണൻ ആ ഒരു കഥ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു? ആ രത്നം ആർക്ക് കൊടുത്തു? ഏട്ടന് കൊടുത്തു. അതോടുകൂടി അപ്പൊ ഏട്ടൻ ആ രത്നം വാങ്ങി സന്തോഷത്തോടു കൂടി എല്ലാവരും അമ്പാടിയിലേക്ക് തിരിച്ചു പോകും.